ഹായ് എവരിവൺ. ഐഫോൺ ബാറ്ററി ടിപ്സ് എന്നുണ്ട് കുറേയധികം ആൾക്കാർ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴും എൻ്റെ ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും അതോടൊപ്പം തന്നെ ലൈഫും തരാറുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്ന സെയിം പാറ്റേണും അതോടൊപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇതേപോലെ ആപ്പിളിലെ ടിപ്സും ട്രിക്സും എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വാൾപേപ്പർ ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് ചോദിച്ചാൽ മതി. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദിസ് ഈസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് അഡാപ്റ്റീവ് പവർ മോഡിനെ പറ്റി സംസാരിക്കാം. നേരെ സെറ്റിംഗ്സ് എടുക്കാം. ബാറ്ററി താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ടാകും. ഇവിടെ പവർ മോഡ് എന്ന് കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. iOS 26 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇവിടെ ഏറ്റവും പൊക്കത്തായിട്ട് അഡാപ്റ്റീവ് പവർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മുടെ ഡിവൈസ് തന്നെ ഈ പറഞ്ഞ പാറ്റേൺസ് യൂസേജിൻ്റെ പാറ്റേൺ അനുസരിച്ചും നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനാണ് അഡാപ്റ്റീവ് ബാറ്ററി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡാപ്റ്റീവ് പവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ എക്സസീവായിട്ട് ഗെയിം കളിക്കും, അതിനുശേഷം നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യില്ല. പക്ഷെ ചില സമയത്ത് അതേ ടൈം ലൈനിൽ തന്നെ അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ നമ്മൾ ഗെയിം കളിക്കാറുണ്ടാവില്ല. സോ നമ്മുടെ യൂസേജ് ആ ഒരു പാറ്റേൺ എല്ലാം ഡിവൈസ് തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് ബാറ്ററി പ്രിസർവ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം അഡാപ്റ്റീവ് പവർ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് ബാറ്ററി അഡാപ്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷനും നമുക്ക് തരും. ഇനി രണ്ടാമത്തെ ട്രിക്കാണ് എനേബിളിംഗ് ഡാർക്ക് മോഡ് എന്ന് പറയുന്നത്. ഇവിടെ സെറ്റിംഗ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലാണ്, ഡാർക്ക് മോഡിലാണ് കാണാൻ പറ്റുന്നത്. എന്തിനാണ് ഡാർക്ക് മോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സിമ്പിൾ ബ്ലാക്ക് ആണ്. ഞാൻ എൻ്റെ ഡാർക്ക് മോഡ് ഓഫ് ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ കംപ്ലീറ്റ് ഓപ്ഷൻസും വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. വിച്ച് മീൻസ് എൻ്റെ പിക്സൽസ് ഡിസ്പ്ലേ ഉള്ള പിക്സൽസ് വൈറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ പവർ യൂസ് ചെയ്യും. ഡാർക്ക് മോഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് പിക്സൽസും ഓഫ് ആയിരിക്കും. അതായത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പിക്സൽസും ഓഫ് ആയിരിക്കും. ടെക്സ്റ്റുകളുള്ള ഭാഗത്ത് മാത്രമായിരിക്കും ഈ പറഞ്ഞ പവർ കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. ഐഫോൺ 12 മുതൽ എല്ലാ ഡിവൈസിലും ഈ പറയുന്ന ഡിസ്പ്ലേ ഓപ്ഷൻസിൽ ഡാർക്ക് മോഡ് ഇട്ടാൽ നമുക്ക് ബാറ്ററി കൺസപ്ഷൻ കുറച്ചും കൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മൂന്നാമത്തെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ് ആപ്പ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. യൂഷ്വലി ഞാൻ പൊതുവെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആപ്ലിക്കേഷൻ എടുത്താൽ അപ്പം തന്നെ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കളയും. പക്ഷേ ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്നതനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ റീലോഞ്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ പവർ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം കളഞ്ഞു, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ലോഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടോ? ഈ ഒരു ടൈമിൽ കൂടുതൽ പവർ എൻ്റെ ഡിവൈസ് കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലോസ് ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഒന്നുകൂടെ ക്ലോസ് ചെയ്തു, പിന്നീട് ഞാൻ ഒന്നുകൂടെ എടുത്തു. ആപ്പ് ലോഞ്ച് ആവുന്ന ഫാസ്റ്റ് തന്നെ ഏറ്റവും മിനിമലാണ്, സ്മൂത്താണ്. സോ ഡിവൈസിന് അത്രമാത്രം പവർ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ എടുക്കുമ്പോൾ അത് ലോഞ്ച് ചെയ്യാനുള്ള ടൈമാണ് ഈ പറഞ്ഞ ഡിവൈസിന് ബാറ്ററി കൺസപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലോങ്ങർ ടേമിൽ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറേയധികം ടാബ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ടാബ് കളയുന്നത്. അങ്ങനെയാണെങ്കിൽ റീഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റയും ലോഡ് ചെയ്യും. അല്ലാതെ ചില ആൾക്കാരുണ്ട്, ഒരു ആപ്ലിക്കേഷൻ എടുത്തു അപ്പം തന്നെ ക്ലോസ് ചെയ്തു, പിന്നെ ഒരു ആപ്ലിക്കേഷൻ എടുത്തു അത് യൂസ് ചെയ്തിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ ക്ലോസ് ചെയ്തു. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ പറഞ്ഞ ഐഫോണിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആ ഒരു പവർ എന്ന് തന്നെ പറയുന്നത് റാം മാനേജ്മെൻറ്റും കറക്റ്റ് യൂസേജിനനുസരിച്ചുള്ള ബാറ്ററി ഡെലിവറിയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല റീസെൻ്റ് ആപ്സ് എപ്പോഴും ക്ലോസ് ചെയ്യാനായിട്ട്. നമ്മുടെ അടുത്ത നാലാമത്തെ ഒരു ട്രിക്കാണ് ഓഡിറ്റിംഗ് ലൊക്കേഷൻ സർവീസ് എന്ന് പറയുന്നത്. സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലൊക്കേഷൻ സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേയധികം ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്. എല്ലാ ആപ്ലിക്കേഷൻസിലും വൈൽ യൂസിങ് എന്നായിരിക്കും കാണിച്ചിരിക്കുന്നത്. പക്ഷേ മേക്ക് ഷുവർ ഇപ്പോൾ ചില ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഞാൻ ഫോൺ പേ എടുത്തു, ഇവിടെ നെവർ ഓൾവേസ് എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഏതൊരു ആപ്ലിക്കേഷനിൽ ഓൾവേസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങളുടെ ടോഗിൾ ഓൺ ആയിരിക്കുന്നെങ്കിൽ അത് എന്തായാലും വൈൽ യൂസിങ് ആപ്പ് എന്നാക്കുക. ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾക്ക് ലൊക്കേഷൻ പെർമിഷൻ മതി. അല്ലാത്ത പക്ഷം ലൊക്കേഷൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡിവൈസിൽ ലൊക്കേഷനാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ട് ലൊക്കേഷൻ ഓഫ് ചെയ്യാനും
അതോടൊപ്പം തന്നെ വൈൽ യൂസിങ് മാത്രമാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ബാറ്ററി പ്രിസർവ് ചെയ്യണം, ഡിവൈസിന്റെ ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണെങ്കിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് ട്രിക്സ് ആണ്. അതിൽ 5ാമത്തെ ട്രിക്കാണ് ലിമിറ്റ് ബാറ്ററി ചാർജിങ് പാറ്റേൺ എന്ന് പറയുന്നത്. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ബാറ്ററി ഓപ്ഷൻ നമുക്ക് നേരെ പോകാം. ബാറ്ററി ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, രാവിലെ 8:53 ഞാൻ 88% ആക്കിയത്. ഇപ്പോൾ 54% ബാലൻസ് ഉണ്ട്. അതോടൊപ്പം എൻ്റെ ഡിവൈസിൻ്റെ യൂസേജും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗെയിംസും ഇൻസ്റ്റാഗ്രാമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് എനിക്ക് ഓരോ അപ്ഡേറ്റിന് ശേഷം ഫോളോ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് മനസ്സിലാവണം. അതുകൊണ്ട് അത്യാവശ്യം ഹാർഡ് കോർ ആയിട്ട് തന്നെ ഞാൻ ഗെയിം കളിക്കും. ഇവിടെ ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ ഇപ്പോൾ 93% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. iOS 26.5 ഒഫീഷ്യൽ വീഡിയോയിലും അതോടൊപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് 94 ഉണ്ടായിരുന്നു, ഇപ്പോൾ 1% കുറഞ്ഞിട്ടുണ്ട്. സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 286. ഡിവൈസ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് സെപ്റ്റംബറിലാണ്. കാരണം ഡിവൈസ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ചു. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഏകദേശം 8-9 മാസമായി. കാരണം സെപ്റ്റംബർ എടുത്തു, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയിട്ടുണ്ട്. ഏകദേശം 8 മാസമുണ്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നു. എന്നിട്ടും 286 സൈക്കിൾ കൗണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ചാർജിങ് പാറ്റേൺ ആണ്. ഞാൻ 90-ലാണ് എൻ്റെ ചാർജിങ് പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഡിവൈസ് 100 സൈക്കിൾ അല്ലെങ്കിൽ 100% ബാറ്ററിയിലേക്ക് പോകുമ്പോൾ 1 സൈക്കിൾ കംപ്ലീറ്റ് ആവും. ഈ പറഞ്ഞ ചാർജിങ് 0 to 100 ആകുമ്പോൾ ഓരോ സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ഡിവൈസിൻ്റെ സൈക്കിൾ കൗണ്ട് അല്ലെങ്കിൽ ബാറ്ററി സൈക്കിൾ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. 90 ഇരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എനിക്ക് മാക്സിമം മിനിമൈസ് ചെയ്യാനും ബാറ്ററി ഹെൽത്ത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ചില സമയത്ത് 90% സെറ്റ് ചെയ്താലും ഡിവൈസ് 100%ലേക്ക് ചാർജ് ആവുന്ന ഒരു പ്രവണതയുണ്ട്. അത് ബഗ്ഗോ കാര്യങ്ങളോ ഒന്നുമല്ല, ഓരോ അപ്ഡേറ്റിന് ശേഷമാണ് ഈ ഒരു ടെൻഡൻസി ഏറ്റവും കൂടുതൽ ഡിവൈസ് കാണിക്കുന്നത്. ഒരു അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ആ ഒരു അപ്ഡേഷൻ അനുസരിച്ച് റീകാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒപ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ബാറ്ററി ഓട്ടോമാറ്റിക്കലി 100%ലേക്ക് പോകുന്നത്. അത് ബഗ്ഗോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ 90% സെറ്റ് ചെയ്തിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 4-5 ദിവസം അടുപ്പിച്ച് 100%ലേക്ക് പോയാൽ അതൊരു ബഗ്ഗാണ്. ഞാൻ പറയുന്നത് 90% ആണ് എപ്പോഴും ഐഡിയലി നല്ല ഒരു ബാറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ട്രിക്കാണ് പ്രാക്ടീസ് 20 to 90 ബാറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാറ്ററി 90 ലിമിറ്റിൽ സെറ്റ് ചെയ്യുക, 20 ആകുമ്പോഴത്തേക്കും കുത്തിയിടുക. കാരണം ഈ പറയുന്ന റൂൾ അല്ലെങ്കിൽ 20-90 അല്ലെങ്കിൽ ചിലർ 20-80 വെക്കാറുണ്ട്. ഞാൻ 20-90 ആണ് ഫോളോ ചെയ്യുന്നത്. 20 വരെയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കുത്തിയിടും. 90 ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഡിവൈസ് കട്ട് ഓഫ് ആവും. ഈ പറയുന്ന ഡിവൈസ് 90-20 എന്നുള്ള റൂളിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിവൈസിൻ്റെ ഈ പറയുന്ന ആനോഡ്, കാഥോഡ്, അതിനുള്ള കുറേയധികം കെമിക്കൽ കോമ്പൗണ്ട്സിന് ലൈഫ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത ട്രിക്കാണ് അവോയ്ഡ് എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി നമുക്ക് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ ഡിവൈസുകൾക്കും ഒരു കൂൾ ഡൗൺ സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ചൂടായിരിക്കും. പക്ഷേ എക്സ്ട്രീം ഔട്ട്ഡോർ യൂസേജ് ചെയ്യുമ്പോൾ ഡിവൈസ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററിയുടെ ഭാഗം ചൂടാവും. ക്യാമറ കൂടുതൽ നേരം നമ്മൾ യൂസ് ചെയ്താൽ ചൂടാവും. ഗെയിമിംഗ് കുറേ നേരം ചെയ്താൽ നമ്മുടെ ഡിവൈസ് ചൂടാവും. പക്ഷേ അതിനുശേഷം ഒരു കൂൾ ഡൗൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സമയമുണ്ട്. അത് കറക്റ്റായിട്ട് കൊടുത്ത് ഡിവൈസ് ചൂടായിരിക്കുന്ന സമയത്ത് കുത്തിയിടാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ കുറേയധികം കൂട്ടുകാരെ കണ്ടിട്ടുണ്ട്, ഗെയിം കളിക്കും, ഡിവൈസ് ഹീറ്റപ്പ് ആയിട്ടുണ്ടാവും, ആ സമയത്ത് ചാർജ് പോകുന്നതിന് അപ്പം തന്നെ കുത്തിയിടും. പക്ഷേ അത് എപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഡിവൈസിന് കൊണ്ടുവരിക. ഈ പറഞ്ഞ ഡിവൈസിൽ ഏറ്റവും ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യേണ്ടത് ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ട് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞതാണ്. ഡിവൈസ് ചൂടായിരിക്കുമ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ചൂട് പോകാൻ ടൈം പോലും കൊടുക്കാതെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഡിവൈസിൻ്റെ ബാറ്ററി നമുക്ക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം അടുത്ത ട്രിക്കും ഈ സെയിം എക്സ്ട്രീം ടെമ്പറേച്ചറിൻ്റെ റിലേറ്റ് ചെയ്ത് തന്നെയാണ്. മെറ്റൽ കേസും ഹാർഡ് കേസുകളും നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ മാക്സിമം റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ മെറ്റൽ കേസും ഈ പറഞ്ഞ ടെമ്പറേച്ചറും നല്ല രീതിക്ക് ഒരു സിബ്ലിങ്സ് ആണ്. കാരണം ഡിവൈസ് ചൂടാകുമ്പോൾ മെറ്റലും ഓട്ടോമാറ്റിക്കലി ചൂടാവും. ഈ പറഞ്ഞ ചൂട് കുറയ്ക്കാൻ ഡിവൈസ് നോക്കുമ്പോഴും മെറ്റൽ ചൂടാണെങ്കിൽ ആ ഒരു ചൂട് ഡിവൈസിലും കുറച്ച് നേരം കൂടെ ലാസ്റ്റ് ചെയ്യാൻ അത് പ്രവണത ഉണ്ടാക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെറ്റൽ കേസ്, ഹാർഡ് കേസൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് മാറ്റിവെച്ച് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡിവൈസ് നേക്കറായിട്ട് ചാർജ് ചെയ്ത് അത്ര നല്ലത്. ഈ പറഞ്ഞ ചൂടും ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എവാപ്പറേറ്റ് ചെയ്യാൻ
ഈ പറയുന്ന നെയ്ക്കഡ് ബോഡിയാണ് ഡിവൈസിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ ഈ പറഞ്ഞ ഫോൺ കുത്തിയിടുമ്പോൾ ചൂടാവില്ല. പക്ഷേ എക്സ്ട്രീമായിട്ടുള്ള ഗെയിമിംഗ്, നേരത്തെ ഞാൻ പറഞ്ഞ സിനാരിയോസ് എല്ലാം ചെയ്യുമ്പോൾ ഡിവൈസ് ചൂടാവുന്ന കാര്യം 100% ഉറപ്പാണ്. സോ ഇതൊക്കെ എൻ്റെ ഐഫോൺ ലൈഫിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഐഫോൺ യൂസേജിലെ മെയിൻ ട്രിക്സ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് തൊട്ട് താഴത്തെ അഭിപ്രായം പറയുക. ഇതേപോലെ അടിപൊളി കോണ്ടന്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കിടിലം വാൾപേപ്പേഴ്സ് ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. തൊട്ട് താഴത്ത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഫോളോ ഫോർ മോർ ആപ്പിൾ കോണ്ടന്റ്സ് ആൻഡ് വാൾപേപ്പർ. Thank you so much for watching this whole video. This is Yebin Sevia signing from Evica.